സരിത എസ് നായർക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. രാഷ്ട്രീയ കളിയിൽ കോടതിക്ക് താൽപര്യമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ സരിത എസ് നായർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. വിവരങ്ങളുമായി പി സന്ധ്യ ചേരുന്നു കൊച്ചിയിൽ നിന്നും. സന്ധ്യ, ഏതു സാഹചര്യത്തിലാണ് കോടതിയുടെ വിമർശനം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജന പറഞ്ഞതുപോലെ തന്നെ 2 കോടിയോളം രൂപ മുഖ്യമന്ത്രിക്ക് നൽകി എന്നതായുള്ള പരാതിയിന്മേൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം സരിത എസ് നായർക്കെതിരെ കോടതി നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സരിത നായർക്ക് യാതൊരു വിശ്വാസ്യതയുമില്ല എന്ന് കോടതി വിമർശിച്ചു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു പരാതിയുമായി വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, രാഷ്ട്രീയ കളികളിൽ കോടതിക്ക് യാതൊരു താൽപര്യവുമില്ല എന്നും ജസ്റ്റിസ് B. കമാൽ പാഷ വ്യക്തമാക്കി. ഇന്നാണ് സരിത എസ് നായർക്ക് വേണ്ടി അഭിഭാഷകൻ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം, ശ്രീധരൻ നായർ എന്ന വ്യക്തി മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ പരാതിയിന്മേൽ കാര്യമായ അന്വേഷണം നടന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പങ്ക് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലും അതുപോലെ തന്നെ താൻ നൽകിയ പരാതിയിലും കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരം പരാതികളിലെല്ലാം CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു സരിതയുടെ അഭിഭാഷകന്റെ വാദം. ഇതിന് മറുപടിയായി കോടതി ചോദിച്ചത്, ശ്രീധരൻ നായർക്ക് വേണ്ടി ഒരു പ്രതി എങ്ങനെയാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ഹർജിയുമായി മുന്നോട്ട് വന്നതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ള സൂചനയും കോടതി നടത്തുകയുണ്ടായി. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി സർക്കാരിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ കാര്യമായി പറഞ്ഞ കാര്യം, സരിത എസ് നായർ നിരവധി കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല, നേരത്തെ ഇത്തരം പരാതി മുന്നോട്ട് വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു പരാതിയുമായി വരുന്നതിൽ സംശയാസ്പദമാണ് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ മുന്നോട്ട് വെച്ച വാദം. സന്ധ്യ, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് അനുകൂലമായൊരു വിധിയായി കണക്കാക്കാനാകില്ലേ ഇത്? തീർച്ചയായും. ഇപ്പോൾ ഈയിടെയായി സരിത നായർ ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിരുന്നു. സരിതയുടെ ചില കത്തുകൾ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ സരിതയ്ക്ക് നേരെയുള്ള നിശിതമായ വിമർശനമായിട്ട് തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ. സരിതയ്ക്ക് യാതൊരു വിശ്വാസ്യതയുമില്ല എന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെയെല്ലാം തന്നെ ഒരു തരത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാം പിന്നിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള സൂചന കൂടി നൽകുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം. ഏതായാലും ഹർജിയിന്മേൽ ഇപ്പോഴും വാദം തുടരുകയാണ്. ഹർജിയിന്മേൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഈ 2 വാദങ്ങളും കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ഹർജിയിന്മേൽ ഒരു തീരുമാനമെടുക്കുക. അഞ്ജന. സന്ധ്യ, രാഷ്ട്രീയ കളിയിൽ കോടതിക്ക് താൽപര്യമില്ല, ഒപ്പം സരിതയുടെ ആരോപണങ്ങളിൽ ദുരുദ്ദേശമുണ്ട് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും ഉന്നയിച്ച വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? അഞ്ജന, ഈ ഹർജി വളരെ മുമ്പല്ല, ഈ 1 മാസത്തിനുള്ളിൽ നൽകിയ ഹർജിയാണ്. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ സരിതയുടെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് സരിതയുടെ അഭിഭാഷകൻ ഹാജരാവുകയും ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, താനും ശ്രീധരൻ നായരും കൊടുത്ത പരാതികളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇതേപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതികളിന്മേൽ CBI അന്വേഷണം വേണം എന്നായിരുന്നു സരിതയുടെ വാദം. ഈ വാദം കേട്ട ഉടനെ തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. സരിത ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാദങ്ങളുമായി മുന്നോട്ട് വന്നതിന്റെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ഇങ്ങനെയുള്ള രാഷ്ട്രീയ കളികളിൽ ഹൈക്കോടതിക്ക് യാതൊരു താൽപര്യവുമില്ല എന്ന് പറഞ്ഞു. ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട പരാതിയുടെ കാര്യത്തിൽ സരിത എന്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരണം എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാണ്. ഇപ്പോൾ സരിത നൽകിയിരിക്കുന്ന ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അഞ്ജന. സന്ധ്യ, CBI അന്വേഷണം വേണമെന്ന് സരിത ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സരിത കോടതിയെ അറിയിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? അഞ്ജന, ഈ കഴിഞ്ഞ കാലയളവിനുള്ളിലാണ് സരിത പ്രധാനമായി ഒരു സാമ്പത്തിക ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. 2 കോടിയോളം രൂപ മുഖ്യമന്ത്രിക്ക് നൽകി എന്നായിരുന്നു ഈ ആരോപണം. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തില്ല, അന്വേഷണം നടത്തിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സരിത 1 മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നാണ് സരിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ
അടിസ്ഥാനത്തിലുള്ള വാദങ്ങളാണ് ഇന്ന് സരിതയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനം, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ തന്നെ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള വാദമാണ് സരിതയുടെ അഭിഭാഷകൻ നടത്തിയത്. ഇതിന് മറുപടിയായാണ് ഹൈക്കോടതി ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയത്. അഞ്ജന. സന്ധ്യ, കഴിഞ്ഞ ദിവസം സരിത ജയിലിൽ വെച്ച് എഴുതിയ കത്ത് പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കളിയിൽ കോടതിക്ക് താൽപര്യമില്ല എന്ന രീതിയിൽ ഹൈക്കോടതി പരാമർശം നടത്തിയിരിക്കുന്നു. ഇതുകൂടി ഇതിനൊപ്പം കൂട്ടി വായിക്കാവുന്നതല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ് കോടതി പരാമർശങ്ങൾ? അഞ്ജന, തീർച്ചയായും ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ഈ ഒരു പരാമർശം ഇന്നലെ പുറത്തു വന്ന ചില വാർത്തകളെ കൂടി വിലയിരുത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നലെയാണ് സരിത ജയിലിൽ വെച്ച് എഴുതിയത് എന്ന് പറയപ്പെടുന്ന ഒരു കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വേണം ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തെ വിലയിരുത്താൻ. ശരി, സരിത എസ് നായർക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. രാഷ്ട്രീയ കളിയിൽ കോടതിക്ക് താൽപര്യമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ സരിത നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. പി സന്ധ്യയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം.